ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഓഫ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഓഫ് ഡേ എന്നല്ല, ഞങ്ങളൊരു 4-5 ദിവസം ഓഫും നമ്മുടെ 2-3 ദിവസം വെക്കേഷനൊക്കെ ആയിട്ട് നമുക്കൊരു 5-6 ദിവസം ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മയും ചേച്ചിയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് അക്വേറിയത്തിലേക്കാണ്. സീ ലൈഫ് അക്വേറിയം. അതൊരു അടിപൊളി അക്വേറിയമാണ്. നമ്മൾക്ക് അവിടെ പോകണം. അവിടെ പോയി അക്വേറിയം കണ്ടിട്ട് നമുക്ക് മാളിൽ പോകണം. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. കാരണം അടുത്ത മാസം ഇവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിംഗ്, നമ്മൾ നേരത്തെ പോകുമ്പോഴൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് കൂടുതലായിട്ട് ഷോപ്പിംഗ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പുറത്തെ കാഴ്ചകൾ നിങ്ങളെയും കാണാം. ഞങ്ങളോട് കുഴിക്കോ, നമുക്ക് ഒരുമിച്ച് പോകാം. ഞങ്ങളങ്ങനെ ഇവിടെ അക്വേറിയത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമുക്ക് നേരെ അക്വേറിയത്തിലേക്ക് പോകാം. നല്ല വെതറൊക്കെ, നല്ല വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നെത്തി നമ്മൾ എൻട്രി. നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ഉണ്ടോ ടിക്കറ്റിനാ? നമുക്ക് വേണേൽ ഓൺലൈൻ എടുക്കാം, അല്ല ഇവിടെ വന്ന് എടുക്കാം. ഞങ്ങൾ ഓൺലൈൻ ഒന്നും ചെയ്തില്ലായിരുന്നു, നമുക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിവിടെ വന്ന് എടുക്കുകയാണ്. സീ ലൈഫ്. ഡാർക്കാണ്, ഡാർക്കാക്കി വെച്ചിരിക്കും. അയ്യോ, അടിപൊളി മീനുകളുണ്ട്. അടുത്ത് വന്ന മീനുകൾ. നല്ല മീനുകളാ. ഇവിടെ ഇങ്ങനെ ക്രാബുണ്ട്. ക്രാബ് നമ്മൾ നടക്കുന്നതിലും എല്ലാവരും ക്രാബ് വെച്ചിരിക്കുകയാണ്. ക്രാബ് വളരെ രസമുണ്ടല്ലേ? നടക്കുന്നതിലെല്ലാം ക്രാബ് ഓടി നടക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ റൗണ്ടാണ് ഫിഷ് പോകുന്നത്. നമ്മളിങ്ങനെ നടുക്ക് നിന്ന് കാണും, ഇങ്ങനെ റൗണ്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കിടക്കുവാണോ? കിടക്കുന്നു. സ്റ്റാർ കൊടുത്തോണ്ട് സ്റ്റാർ കൊടുത്തേ കിടക്കുന്നു. ഇവൻ വലുത്. ഇത് കണ്ടോ? നിങ്ങൾ ഇങ്ങനത്തെ ഫിഷിനെ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ? മത്സ്യങ്ങളെ പോലെ സൗന്ദര്യമുള്ളത്. ഇവനാണ് നല്ല രസമുണ്ട്. അതെ, ആ ബ്ലൂ ഫിഷിനെ കണ്ടോ നിങ്ങൾ? ആ ബ്ലൂ ഫിഷിനെ നല്ല രസമുണ്ട്. ബ്ലൂവിനെ കാണാൻ. അതിന്റെ കുഞ്ഞുണ്ട്. ദൈവത്തിന്റെ ഒരു ക്രിയേഷൻ നോക്കാം. കണ്ടില്ലല്ലോ? പുറകെ കൂടെ വേറുണ്ടോ? പേര് താഴെ കൂടെ പോകുന്നു. നമ്മുടെ ലോബ്സ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ലോബ്സ്റ്റർ കോർണറിൽ വന്നിരിക്കുകയാണ്. കുറച്ച് മീനെ പിടിക്കാൻ പോകും. തെരണ്ടിയാണോ? തെരണ്ടി തന്നെയാണ് നമ്മുടെ നാട്ടിലെ തെരണ്ടി. പക്ഷേ ഇതിലിവിടെ വേറെ വല്ല പേരുമായിരിക്കും പറയാം. തെരണ്ടി മീൻ തെരണ്ടി കിടപ്പുണ്ട്. ഓരോ മീനുകളാണോ? ഇല പോലെ രീതി ഞാൻ നോക്കിട്ട്. ഇല പോലെ ഇലക്ക് തീയാൻ വെച്ചു. ഇല പോലെ നീങ്ങി പോകാൻ. അത് കണ്ടോ? വലിയൊരു ഷെല്ലൂട് വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ വേറെ എവിടെ സ്ഥലം കാണും. മുകളിലെങ്ങാനും കണ്ടു. അല്ല, അത് മുകളിൽ കാണും. മുകളിലേ നമുക്ക് നോക്കാനുള്ള സംവിധാനം കാണും.
സെപ്പറേറ്റ് ആയിരിക്കും. പ്ലെയിൻ പോലെ ഒരെണ്ണം വരുന്നുണ്ട്. ഓ യാ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ ഷാർക്ക് വരുന്നുണ്ട്. വലിയ ഷാർക്ക്. വായി പൊളിച്ചത് പോകുന്നു കേട്ടോ. നിനക്കൊക്കെ അന്ത്യോ. അല്ല ഇത് ഇങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് ഇതിനെ പിടിച്ച് കറി വെക്കില്ലേ? ആര് കറി വെക്കാൻ? ഇതിപ്പം അക്വറിയല്ലേ, അവരെന്താ ചെയ്യുന്നത്? അവരെന്തായാലും കാണുക വയസ്സനൊക്കെ. അതുകൊണ്ട് അതും വലുതാ. ഉയ്യോ ഇതായാലും കൊള്ളാം. നിർഭയം സ്രാഗില്ലേ? സ്രാഗിൽ അതുണ്ട്. ഡിസൈൻ ഉള്ള ഒരു വലിയൊരുത്തിനില വരുന്നുണ്ട്. കണ്ടോ? ഒരു ഡിസൈൻ ഉള്ള വലിയൊരുത്ത്. കൊമ്പൻ മണ്ടയിലോട്ട് നോക്കിട്ട് പിടിച്ചത് കറി വെക്കണതാ വേണ്ട. കറി വെച്ച രുചിയില്ല. ചട്ടിയിലാക്കണം. ഈ ഡിസൈനെ കണ്ടോ? ഡിസൈൻ മീന്. ഡിസൈൻ മീൻ കൊള്ളാം കേട്ടോ. ഇത് കൊള്ളാം. നമ്മളെ അവിടെ അങ്ങോട്ട് പോയി കണ്ടത് അത് വേറെ എന്തൊക്കെ ടൈപ്പ് മീനാ നമ്മളന്ന് അത് മുകളിൽ കൂടെ എല്ലാം. അത് വലിയ ആ ശരിയാ. ലോബ്സ്റ്റർ ഇരിക്കുന്നു. ഇവിടെ ലോബ്സ്റ്റർ ഉണ്ടേ. ഒരു ലോബ്സ്റ്റർ ഇരിക്കുന്നു. അതുകൊണ്ട് അവിടെ കയറി ഒരെണ്ണം ഇരിക്കുന്നു. വലിയൊരു ഫിഷ് ഇതിനകത്ത് കയറിയിരിക്കുക. അത് ശ്വാസം വിടുക. ഞാൻ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. പ്ലെയിൻ പാർക്ക് ചെയ്തോലെ പാർക്ക് ചെയ്ത് കിടക്കുക. ഇത് തെരണ്ടികളാണോ? അവിടെയാണ് ഇരിക്കുന്നത് തെരണ്ടി. ഇതൊരു പ്രത്യേക രീതിയിലുള്ള അക്വേറിയ. ഇതിങ്ങനെ ഒരു റൗണ്ട് വെച്ചിരിക്കുകയാണ്. രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. ആഹാ ഒരു വാല് കണ്ടോ? കൊമ്പ് പോലെ. അതിന്റെ വാല് കമ്പ് പോലെ ഇരിക്കുകയാണ്. ഇത് ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ. കൊച്ചുമീൻ എന്നെ മുകളിൽ കയറി നിൽക്കുക. എഴുന്നേറ്റു. അമ്മ എന്നാ പറഞ്ഞ് കിടക്കുക. എന്താണ്ട് എഴുന്നേറ്റാണ്ട് പോകുന്നു എലിവാണം പോലെ. പുള്ളി റെസ്റ്റ് ചെയ്ത് വെച്ച് നേരം. റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞു. ആ അതെ കിളിമീനെ പോലെ ഇരിക്കുന്നത്. ശരിയാ, ഇത് കിളിമീനെ പോലെ ഇരിക്കുന്നവൻ. നമ്മുടെ കിളിയില്ലേ? അതെ കിളി. അവൻ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ട റൗണ്ട് അടിച്ച് നടക്കുകയാണ്. മേലോട്ട് മേലോട്ടാ വെക്കുന്നത്. കണ്ണമണി എടുത്തോണ്ട് പോകും. കണ്ണ് വേറെ ടൈപ്പ് കണ്ണ. ആമക്കുഞ്ഞുങ്ങൾ. ഒരു വെള്ളയാമ. ഓ വേറെ ആമയുണ്ട്. രണ്ടാമ വെള്ള കളറുള്ള ആമ. ഇവ നമ്മുടെ അടുത്തോട്ട് വരുവാണ്.
അതെ അവനങ്ങോട്ട് മാറി ഇതിനെ വെള്ളത്തിലോട്ട് വിടുക. വെള്ളത്തിലോട്ട് നമ്മുടെ അതെല്ലാം കൂടെ പോയെന്നാണ് ഇതില്. വെള്ളത്തിൽ കളഞ്ഞു. നമ്മള് പ്യൂരിഫൈ ആയി. വാട്ടർ നമ്മൾ പ്യൂരിഫൈ ആയെന്നുള്ളതാണ്. നമ്മൾ അവിടെ എടുത്തോട്ട് വന്ന് ഇവിടെ എല്ലാ അഴുക്കും നമ്മൾ സീ കളഞ്ഞു. അത് തന്നെ. എന്തൊക്കെയാണ് അത് കഴിഞ്ഞ ഈ കറക്റ്റ് സമയത്ത് കഴിഞ്ഞാൽ കിട്ടിയില്ലേ? ഡിഫറെന്റ് ടൈപ്പിലെ ഫിഷുകൾ ജീവിതത്തിൽ കാണാത്ത ടൈപ്പുകളൊക്കെയാണ്. അതിൻ്റെ വാലൊരു ചൂല് പോലെ ഇരിക്കുന്നു. ബ്രഷ് പോലെ. അയ്യോ നല്ല കളർ പർപ്പിൾ മീൻ. എന്തൊക്കെ ഡിഫറെന്റ് കളറുള്ള ഫിഷുകളാണ് നോക്കിക്കേ. ഇവിടെ മഞ്ഞ മീൻ. ഇതെന്താ പൗരപ്പുറ്റോ അങ്ങനെയാണ് സംഭവം വെച്ചിട്ട് അതിനകത്ത് മീനെ വെച്ചിരിക്കുന്നത്. ആയിരിക്കും ഓഷനകത്തെ പുറ്റുകളാ. പാമ്പ് വരുന്നത്. ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഇങ്ങനത്തെ മീനെ കണ്ടുണ്ടോ? ഒരു സാരിയുടെ ഡിസൈൻ പോലെ. ആ അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ ഇങ്ങനത്തെ മീനെ കണ്ടുണ്ടോ? സാരിയുടെ ഒക്കെ ഡിസൈൻ പോലെ. നമുക്ക് വിചിത്ര കാഴ്ചയിലേക്ക് പോകാം. ഇനി ഇവിടെ ഒരു മീനുണ്ട്. അത് ഇങ്ങനെ ഇരിക്കും. പേടിച്ചു പോകണ്ട. ഇവിടത്തെ ഇതുണ്ടോ? ഇതുണ്ടോ ഇങ്ങനത്തെ മീന് നിങ്ങൾ ആരെടുക്കും? നല്ല രസമുണ്ട് കാണാൻ. ആകെ രാജകീയമായിട്ടാ. ആണോ? സ്പൈക്സ് ഉണ്ട് മോളിൽ കണ്ടില്ലേ? ഫുള്ളുണ്ട്. Blowfish. No, this is the blowfish. That's a lionfish. ഇതിന് ഫേസ് കണ്ടോ? കണ്ണൊക്കെ കണ്ടോ? ഉണ്ടക്കണ്ണ്. You know when this one gets scared, Yeah. it blow up, get big. Yeah. ഇതുണ്ടോ ഒരെണ്ണം? അവിടെ കണ്ടോ? പല്ല് കണ്ടോ? ആ കോർണറിലെ കണ്ടോ? ആ കോർണറിലെ കണ്ടോ? That's a lionfish, I think. എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു. കിട്ടിയിരുന്ന നമ്മുടെ അക്വേറിയത്തിൽ കൊണ്ടിടായിരുന്നു ഇവനെ. ഇത് ഇലക്ട്രിക് ഫിഷ് ആണ്. ഇലക്ട്രിക് ഫിഷ്. ഗ്രീൻ ഫിഷ് ഈസ് ഇലക്ട്രിക് ഫിഷ്. പൊന്മാനെ പോലെ ഇരിക്കുന്ന നീല ഫിഷ്. ഇവിടെ ഇങ്ങനെ ബോൾ പോലത്തെ അക്വേറിയാണ്. ആ ബോൾ അക്വേറിയത്തിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ. ആരും കണ്ടില്ല. അങ്ങ് ഒരെണ്ണം ഇരിക്കുന്നുണ്ടോ? ഒരു യെല്ലോ ആൻഡ് ബ്ലൂ. അങ്ങ് കണ്ടോ? Look on the floor. It's a big one. Big one. Look on the floor. അയ്യോ ശരിയാ. അവിടെ ഏതാണ്ടുണ്ട് പുള്ളിയായിട്ട്. അതാ പുള്ളിയുള്ള എന്തോ. അയ്യോ ഇതൊക്കെ കണ്ടോ? എന്തോ മീനത്? അതെ അതെന്നതാണ്? അയ്യോ അമ്മ അത് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളി അമ്മ അത് മേലോട്ട് വരും. ഇപ്പൊ മേലോട്ട് അയ്യോ അത് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തൊരു മീന്? കാലങ്ങ് പൊക്കിച്ചു. Sure, I think I'm not. വേണ്ട കാല് ചോട്ട് പൊക്കിച്ചോട്ടെ. കാലോട് പൊക്കിയാൽ പോലെ വലിക്കുന്നില്ല ചോദിച്ചോ. അങ്ങൊരു പുള്ളി കിടക്കുന്നുണ്ട് താഴെ. ഒരു പുള്ളി. അത് കണ്ടോ? നിങ്ങൾ നോക്ക് വാ പൊളിക്കുന്നു. ഒരു പുള്ളിയെ കണ്ടോ? ആ പുള്ളി ഒരു മീനാ. ഇതൊരു മീനാ. ചുള്ളു കണ്ടുപിടിച്ചല്ലോ. ആ അവിടെ കടലിന്റെ അടുത്തൊക്കെ അതെ ഉണ്ടാക്കിയിരിക്കുന്നു. ശരിക്കും കടല്. അത് കണ്ടോ? കടല ശരിക്കും കടല് പോലെ. ഈ കിടക്കുന്ന പുള്ളി അത് തന്നെ. താഴെ ആ അത് കണ്ടു. അതാ അതൊരു മീനാ. തിരുവനന്തപുരം എന്തൊക്കെയോ ശ്രദ്ധിച്ചു വെച്ചിരിക്കുന്നത്. വരുന്നുണ്ട്. ഈ വലിയ മീനിന്റെ മുകളിലോട്ട് വരാൻ വേണം. നടക്കെ പതിയെ കിടക്കും. എന്തോ ഇത് കണ്ടോ? ഒരു മീന്. കടലിലെ വല്ലതൊക്കെ ആയിരിക്കും അല്ലേ? അതെ
ജലശുദ്ധീകരണത്തിനും ദൈവം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം. എന്തായാലും കളർ കാണാൻ പറ്റില്ല. അതിനോട് അത് നമ്മുടെ ഇത് ഒരുപാട് നിറം മാറ്റം ഉണ്ട്. അതെ അതെ അതെ. ആ മീൻ അതുപോലെ തന്നെ പച്ചയുണ്ട്, മഞ്ഞയുണ്ട്. ഇത് മീനല്ല, ഇത് കടലിലൊക്കെ ഉള്ള അതിന്റെ രാജകീയമായിട്ടമ്മേ. ഞാൻ നിൽക്കുന്നതിന് മുകളിൽ ഒരു മീനുണ്ട്. അയ്യോ, ഞങ്ങളിങ്ങനെ റൗണ്ടിൽ. നമുക്ക് ഫോട്ടോ എടുക്കാം. ആ കിങ് ഫിഷുകൾ, നമ്മുടെ നെയ്മീൻ, ആ മീൻ, ഈ മീൻ എല്ലാം ഉണ്ട്. ഒരു മീൻ അപ്പടി. അയ്യോ, നല്ലത്. ഷാർക്കാണോ അത്? ഷാർക്ക് ഷാർക്ക്. ഞങ്ങൾക്ക് വേണം ഒരു 5-6 മീൻ്റെ ആവശ്യമുണ്ട്. നമ്മളിങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ സീ വേൾഡാണ്. നമ്മളിങ്ങനെ കയറുകയാണ്. അപ്പം നമ്മൾ മൊത്തം റൗണ്ടിനകത്ത് നമ്മൾ മീനകത്ത് നിൽക്കുവാണ്. നമ്മൾ റൗണ്ടിനകത്ത് മീൻ, പിന്നെ നമ്മൾ നിൽക്കുന്നത് താഴെ മീനുണ്ട്. നമ്മളിങ്ങനെ കയറുമ്പോൾ നമ്മൾ കണ്ടോ, നമ്മളിവിടുന്ന് അങ്ങനെ കയറുമ്പോൾ മൊത്തം മീനകത്തോട്ട് നമ്മൾ കയറുകയാണ്. നമ്മൾ നിൽക്കുന്ന റൗണ്ടിൽ മീനാണ്. No, that's the type of shark. What type of shark? സ്രാവ് നിങ്ങളുടെ മുകളിൽ കൂടെ പോകുന്നു. സ്രാവ് പോകുന്നു. സഞ്ചരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം. ആ ഇവിടെ ഇങ്ങനെ അത് മുഴുവൻ ഇട്ടിരിക്കുമല്ലേ, അവിടെ അവൻ മൂവ് ചെയ്യുന്നുണ്ട് പയ്യെ. ഇപ്പം മൂവ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ തലയുടെ മുകളിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുത്തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയാണ് നമ്മളെ സ്കെൽറ്റൻ അവിടെ കണ്ടത്. ജെല്ലിഫിഷ്. Wait, get their picture. Hang on, I'm taking the picture. Those are jellyfish. You see those? Look at the colors they create. The light shines. ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഫ്ലോർ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കുറേ ഫിഷുകളെ കാണാം. ഇവിടെ ഉണ്ട് പല കളേഴ്സിലെ ഫിഷുകൾ. ഷാർക്ക്, ഇങ്ങനെ ഷാർക്ക് വന്നിട്ട് പിക്ക് ചെയ്താൽ നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതെ, ഞാൻ പിക്ക് ചെയ്ത ഷാർക്ക് വന്നു. ഓ വാ, അതാണ് എക്സ്പ്ലെയിൻ ചെയ്യും അതിൻ്റെ എല്ലാം. പിക്ക് ചെയ്ത് നേട്ട് വരും. കേട്ടോ, അടുത്ത് ഞാൻ പിക്ക് ചെയ്തായിരുന്നു. ഓ അതെ, പല്ലില്ലല്ലേ? അത് നല്ല, അപ്പോൾ ഒന്നും ചെയ്യത്തില്ലല്ലോ. ഇതോ ഇത് വെക്കാവേ. കണ്ടു വരുന്നു. You can always choose a different
No. Like it. Like is a sea horse. കടൽക്കുതിരയാണ് കടൽക്കുതിര. ഇതാണ് കടൽക്കുതിര. Yeah, they just kind of float around. Oh yeah. We'll feed them at least 5. ഇവിടെ യെല്ലോ ഫിഷ് ഉണ്ട്, പക്ഷേ യെല്ലോ ഫിഷ് വേറെ ഫിഷാണ്. It really goes right to wrong. കടൽക്കുതിര. ഇവിടെ റെയിൻ ഉണ്ട്, റെയിനിങ്ങാ. റെയിൻ പോലെ വെള്ളം വരുക കണ്ടോ. ആ റെയിൻ പോലെ മീനുകളുണ്ട്. കോസ്റ്റ്ലി ഫിഷാ, കോസ്റ്റ്ലി ഫിഷ്. കാറ്റ് ഫിഷ്. ഒത്തിരി മീനുണ്ട്, ഒത്തിരി മീൻ, ഒത്തിരി. ഉള്ള മീനല്ലേ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കിട്ടുന്ന മീനെ പിന്നെ കിട്ടും. അത് ശരി, മീൻ മുഴുവൻ അക്വരത്തിനകത്താ അല്ലേ? അമ്മ പറഞ്ഞത് മീൻ മുഴുവൻ അക്വരത്തിനകത്താണ്, അതുകൊണ്ട് ആൾക്കാർക്ക് മീൻ കിട്ടാത്ത പോലെ. ഇത് കുഞ്ഞ് കറുത്ത മീനെ കണ്ടോ? ഉള്ള മീനെ മുഴുവൻ അക്വരത്ത് പിടിച്ചിട്ടാ പിന്നെ അതെ, അതിന്റെ വാല് കാണാൻ നല്ല രസമുണ്ട്. അത് കണ്ടാ കാറ്റ് ഫിഷ് അല്ലേ? ചീങ്കണ്ണി ഇവിടെ ഉണ്ട്, രണ്ടിരിക്കുന്നു. നമ്മുടെ ക്രോക്കഡൈലിൽ പൊങ്ങിയ തല വെച്ചിട്ടുണ്ട് മുകളിൽ. ചീങ്കണ്ണിയുടെ ബാക്കി ഭാഗമല്ല എവിടെയാണ്. മീനുകളെല്ലാം കുഞ്ഞിക്ക മീൻ വരെയുണ്ട്. കുഞ്ഞിക്ക തൊട്ട് കുഞ്ഞിക്ക പൊട്ട് പോലത്തെ മീൻ തൊട്ട് ഇവിടെ ഇങ്ങനെ മീനാണ്. ഇവിടെ എല്ലാം കുഞ്ഞു മീനാണ്. നമുക്കിതിലൂടെ ചെറിയ പിള്ളേരെ കയറി ഇങ്ങനെ ഇവിടെ തല വെച്ച് നിൽക്കാം. അതിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ ബോളിനകത്തോടെ അവിടെ കാണിക്കും. ഇവിടെ കയറി ഇങ്ങനെ നിൽക്കാം. നമ്മൾ താഴെ ഒന്ന് കണ്ട സംഭവം നമുക്ക് എൻ്റെ മുകളിൽ കൂടെ കാണാം. ഇവിടെ വട്ടത്തിൽ കിടക്കുന്ന ഇളക്കിയാണ്. ഓല നല്ല ഒരു ഇത് ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് മീനെല്ലാം ഇട്ടിരിക്കുന്നത്. നല്ല രസം കാണാം. തെങ്ങ് പോലെ, തെങ്ങ് ഉണ്ടോ? ഇത് തെങ്ങല്ല, നമ്മുടെ ഈന്തപ്പന ഉണ്ടാക്കി. നല്ല യെല്ലോ ഫിഷ് ഉണ്ട് അല്ലേ? അത് കർമ്മനും ഉണ്ട്, ഒരു കർമ്മൻ ഫിഷും ഉണ്ട്. ഓ നല്ല രസമുണ്ട്. സ്റ്റാർ ഫിഷ് ഉണ്ട്. നമുക്കതിനെ തൊട്ട് നോക്കാം. അതേ കുട്ടികളൊക്കെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർ ഫിഷ് നമുക്ക് കഴിഞ്ഞാൽ അതിനെ ഇവരെല്ലാവരും നിൽക്കുന്നത്. ഈ കിഡ്സ് എല്ലാവരും ഇതിനെ ടച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. Yes, they can move, but they move really, really slowly. They go at a rate of about an inch a minute. സ്റ്റാർ ഫിഷ് Yeah, definitely not gonna ഇവിടെ ഇങ്ങനെ സ്നേക്ക് വരും. സ്നേക്ക് വരണം. നമ്മള് വേറെ എവിടെ Catfish is coming. കടൽക്കുതിര. സീവേൾഡിലേക്ക് പോവുകയാണ്. പർപ്പിൾ ഫിഷ്.
തീർന്നു കളിക്കും. ഇച്ചിരി ആക്റ്റീവാണ് കേട്ടോ. അത് ഏതാണ് പ്രോബ്ലം ഉണ്ടാക്കി വെച്ചിട്ട് അല്ലല്ല മീൻ അനക്കുന്നുണ്ട് കണ്ണ് രണ്ടെണ്ണ കണ്ട. ഓ അങ്ങനെ ചുരുണ്ടിരിക്കും അകത്ത് കയറി അതിനെ അവരത് വെച്ചിരിക്കുന്നു. ആ ചുരുണ്ടിരിക്കും. പുള്ളി കളിക്കുവാ, പുള്ളി പാറ്റുവാ. ഇതൊന്നും മീനല്ല, വേറെ എന്തോ ഒരു സംഭവമാണ്. എന്തൊക്കെയാ കടലിനകത്തുള്ള അത് നമ്മളെ മുമ്പേ കണ്ടുവച്ച് പോയടത്ത് തന്നെ ഇരിക്കണം. അതൊന്നും കണ്ണ് തുറപ്പ് അടയ്ക്കുക. അതിന്റെ പരിപാടി കണ്ടോ? Don't use flash. പരിപാടിയുണ്ട്. കളിക്കുവാ കളിക്കുവാ തന്നെത്താനെ കളിക്കുക. ഊട്ടില്ല. അവരാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. ഇവിടെ പച്ചയുണ്ട്. പലതും വെച്ചിട്ടുണ്ട്. പോയി കയറുന്നില്ല. അതിന്റെ കൂടെ ഇവിടെ നമുക്ക് ഇങ്ങനെ തല വെച്ച് നിൽക്കാം. അവിടെ കൊച്ചു കയറിയിട്ട് തല വെച്ച് നിൽപ്പുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ അടി കൂടെ കയറി ഇവിടെ തല വെച്ച് നിൽക്കാം. അവിടെ കൊച്ചിറങ്ങി വരുന്നു. ഇതെല്ലാം ഫ്രണ്ട്ലി. അല്ല രണ്ടുണ്ടാണ്ടിരിക്കുന്നത്. ആണോ? You move it, it looks like a fish. It looks like a fish when you move it. വാ വിളിക്കും നമ്മൾ വെക്കുമ്പോൾ. നമ്മളെ കടിക്കാൻ വരികയാണ്. Yeah, we're only 4 years. I'm in the hospital. ആമസോൺ ചെയ്യുക. ഒഴിഞ്ഞ് പോവാ. ഫിഷ് ഇതിനകത്ത് കയറി ഇരിക്കുക. കഴുത്തിനകത്തോട്ട് കണ്ടു കണ്ടു. ഒരുമാതിരി അങ്ങനത്തെ ഫിഷിന്റെ സ്ഥലമാണ്. ഇവിടെ ഉണ്ട് ലോബ്സ്റ്റർ. ഇവിടെ ഉണ്ട് ലോബ്സ്റ്റർ. ആ സ്പാനിഷ് ലോബ്സ്റ്ററാണ്. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇതിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടതിന് ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് പ്രസ് ചെയ്താൽ മതി. ഇവിടെ പല ടൈപ്പിലെ ലോബ്സ്റ്ററാണ്. അതെ അതെ അപ്പം ക്രാബിൻ്റെ കുഞ്ഞ് ക്രാബെല്ലാം തന്നെ താഴെ കൂടെ ഓടുന്നു. ക്രാബ്സ് ക്രാബിനെ ഞാൻ ചവിട്ടിട്ട് ക്രാബിനെ ഞാൻ ചവിട്ടാൻ പോവുകയാണ്. റൗണ്ട് അടിച്ചിരിക്കുക. റൗണ്ട് അടിച്ചു. അങ്ങനെ അക്വേറിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റാർബക്കിൽ നിന്ന് കോഫി വാങ്ങി കുടിച്ചു. സ്റ്റാർബക്ക് കോഫി വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ചോക്ലേറ്റ് കോഫി. നല്ല നല്ല കോഫി. അങ്ങനെ ഞങ്ങളിവിടെ ചില്ലിച്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്നൊരു സ്റ്റേക്കും റൈസും ചിക്കൻ ടെൻഡേഴ്സൊക്കെ ഓർഡർ ചെയ്തു. നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റേക്ക്, ചിക്കൻ ടെൻഡേഴ്സ് ആൻഡ് ഫ്രൈസ്. അപ്പം നമുക്കിവിടെ എല്ലാം ഷോപ്പിംഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കിട്ടി നമ്മൾ വാങ്ങിക്കും.
പാൻഡ. ക്യാൻഡീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ക്യാൻഡീസ് ഉണ്ട്. ഞങ്ങൾ ഈ കടയിലൊക്കെ ഇന്ന് ഷോപ്പിങ്ങിന് കയറി. കുറച്ച് ബ്രേസ്ലെറ്റ്, മാലയൊക്കെ. এটা বড্ড বেশি ছিল, এটা আমারই পুরো হাতে। ഇതാണ് നമുക്ക് സ്റ്റാഫ് മാറ്റി. I think that's real. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ബോഡി സ്പ്രേ, ബോഡി ലോഷൻ എല്ലാം വാങ്ങിച്ചു. അപ്പം നമുക്ക് ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഞാൻ 2 ബാഗ് വാങ്ങിച്ചേ. ഒരു ബാഗ് ചേച്ചിക്ക്, ഒരു ബാഗ് അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഇച്ചിരി വലിയ ബാഗ് വേണമെന്ന് പറഞ്ഞു, പ്ലെയിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇത് പ്ലെയിനെ പോകുമ്പോൾ യൂസ് ചെയ്യാനാണ്, അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ വലിയ ബാഗ്. ഇവിടെ ചേച്ചിക്ക് ഒരു ഹുഡി വാങ്ങിച്ചു. നല്ല അടിപൊളി ഹുഡിയാണ് കേട്ടോ, നല്ല തിക്കാണ്. പിന്നെ അകത്ത് ഇത് ഇങ്ങനെ വരുമ്പോൾ നല്ല ചൂട് കിട്ടും. നല്ല തിക്ക് ഹുഡി കിട്ടി. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞൊരു പിയാനോ ആണ്. കുഞ്ഞാപ്പിക്ക്, എൻ്റെ നീസിന്, ബ്രദറിൻ്റെ മോക്ക് വേണ്ടി ഒരു പിയാനോ. അവൾക്ക് പിയാനോ വേണമെന്ന് പ്രത്യേകം പറഞ്ഞാണ് വിട്ടത്. അപ്പോൾ അവൾക്കൊരു പിയാനോയും വാങ്ങിച്ചു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഓൾമോസ്റ്റ് 9 o'clock കഴിഞ്ഞു ഞങ്ങൾ എത്തിയപ്പോൾ. ഇതിന് അക്വേറിയൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. പിന്നെ കുറേ ഷോപ്പിംഗ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാരണം അമ്മയും ചേച്ചി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയും കൂടുതൽ സ്ഥലങ്ങളിൽ പോകും. പിന്നെ നമുക്ക് കുറേ ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. കാരണം അടുത്ത മാസം തിരിച്ചു പോവുകയാണ്. അപ്പം നമുക്ക് കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോ പുറകെ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഫീഡ്ബാക്ക് അറിയിക്കാൻ മടിയൊന്നും വേണ്ട. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.